കഥകളുടെ ലോകത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കഥ നടക്കുന്നത് പെരുവന്മല ഗ്രാമത്തിലാണ്. അവിടെ ഗ്രാമത്തിന്റെ അറ്റത്തുള്ള പഴയ വീട്ടിൽ ഒരാൾ വാടകയ്ക്ക് താമസിച്ചിരുന്നു. ഷിബു എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഷിബു ഒരു KSEB ജീവനക്കാരനായിരുന്നു. ജോലിമാറ്റം കിട്ടിയതുകൊണ്ടാണ് ഷിബു പെരുവന്മലയിലേക്ക് വന്നത്. അതിനാൽ ആ വീട്ടിൽ അദ്ദേഹം ഒറ്റയ്ക്കായിരുന്നു താമസിച്ചിരുന്നത്. ആ വീട്ടിൽ കാലങ്ങളായി അടച്ചിട്ടിരുന്നൊരു റൂം ഉണ്ടായിരുന്നു. ആ റൂം ഉപയോഗിക്കേണ്ട, അവിടെ ആരോ തൂങ്ങി മരിച്ചു എന്ന് ഹൗസ് ഉടമ പറഞ്ഞിരുന്നു. ഭയം ലവലേശമില്ലാതിരുന്ന ഷിബു, അതായത് ഭയമുണ്ടെങ്കിലും പുള്ളിക്ക് പ്രേതഭൂതാദികളിലും മറ്റൊന്നിലും ആത്മാവിലുമൊന്നും വിശ്വാസമുണ്ടായിരുന്നില്ല. ഷിബു ഒരു ദിവസം ആ റൂം വൃത്തിയാക്കി ഉപയോഗിക്കുവാൻ തീരുമാനിച്ചു. അങ്ങനെ ആ മുറി അദ്ദേഹം വൃത്തിയാക്കാൻ ആരംഭിച്ചു. ആ റൂമിൽ പൊടി പിടിച്ചു കിടന്നിരുന്നൊരു ഭീമാകാരൻ കണ്ണാടി ഉണ്ടായിരുന്നു. ഷിബുവിന് ആ കണ്ണാടിയോട് എന്തോ ആകർഷണം തോന്നി. ആ റൂം അവൻ വർക്കൗട്ട് റൂം ആക്കാനായിരുന്നു പ്ലാൻ. അങ്ങനെ ആ റൂം വൃത്തിയാക്കി അവിടെ ഡംബൽസും മറ്റും കൊണ്ടുവന്നു വെച്ചു. കണ്ണാടി തുടച്ച് പോസ് ചെയ്യുവാൻ പാകത്തിനാക്കി വെച്ചു. ഷിബു തന്റെ ഷർട്ടൂരി ഒന്ന് പോസ് ചെയ്ത് നോക്കി. എന്തോ ആ കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുമ്പോൾ ഷിബുവിന്റെ ശരീരത്തിലൂടെ എന്തോ വിചിത്രത പാഞ്ഞു വന്നു. പെട്ടെന്ന് തന്റെ പ്രതിബിംബത്തിന്റെ കണ്ണുകൾ ഒരുമാതിരിയുള്ള രീതിയിൽ അനങ്ങുന്നതായി അവന് തോന്നി. എന്നാൽ അവൻ കണ്ണുകൾ അനക്കുന്നുമില്ല. വെറുതെ തോന്നിയതാവും അവൻ ആലോചിച്ചു. എന്നാൽ അതൊരു തുടക്കമായിരുന്നു. പിറ്റേ ദിവസം ഷിബു വർക്കൗട്ടിന് ശേഷം കണ്ണാടിയിൽ പോസ് ചെയ്തും ചിരിച്ചും നോക്കി. എന്നാൽ താൻ ചിരിച്ചാൽ പ്രതിബിംബം ഒരു പതുങ്ങിയ ചിരി മാത്രമേ കാണിക്കുകയുള്ളൂ. താൻ തല കുലുക്കുമ്പോൾ അതിന്റെ കുലുക്കം ഒരു നിമിഷം വൈകിയാണ് വരുന്നത്. അവനാകെ അങ്കലാപ്പിലായി. അവൻ ഒന്നുകൂടി നോക്കി. പക്ഷെ ഇപ്പോ കറക്റ്റായി വരുന്നുണ്ട്. അങ്ങനെ ആ ദിവസം കടന്നുപോയി. അങ്ങനെ ഒരിക്കെ ഒരു ദിവസം രാത്രി ഷിബു ജോലി കഴിഞ്ഞു വന്ന് കണ്ണാടിക്ക് മുന്നിൽ വർക്കൗട്ട് ചെയ്യുകയായിരുന്നു. മുറിയിലാകെ പാട്ടിന്റെ സൗണ്ടായിരുന്നു. യൂട്യൂബിൽ ഷിബു വർക്കൗട്ട് ചെയ്യുവാൻ വേണ്ടി ഒരു പാട്ട് വെച്ചിരുന്നു. വർക്കൗട്ട് ചെയ്തുകൊണ്ട് അവൻ പെട്ടെന്ന് കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ അവന്റെ പ്രതിബിംബം വർക്കൗട്ട് ചെയ്യുന്നില്ലായിരുന്നു. അവന്റെ പ്രതിബിംബം അവനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അത് അതിന്റെ തണുത്തിരുണ്ട കറുത്ത കണ്ണുകളാൽ അവനെ ഉറ്റുനോക്കുന്നു. ഷിബുവിന് ആകെ ഒരു ഭയം കയറി. ഹൃദയം നിലയ്ക്കുന്നത് പോലെ തോന്നി. യൂട്യൂബിലെ പാട്ടും സൗണ്ട് കുറഞ്ഞതുപോലെ തോന്നി. ഷിബു അവിടെ നിന്നും നിലവിളിച്ചുകൊണ്ട് ഓടിപ്പോയി. നേരെ ഓടിപ്പോയി അവന്റെ റൂമിൽ പോയി കിടന്നുറങ്ങി. എങ്ങനെയോ നേരം വെളുപ്പിച്ചു എന്ന് പറയുന്നതാവും ശരി. എന്നാൽ പകൽ വന്ന് കണ്ണാടി നോക്കിയപ്പോൾ പ്രതിബിംബം സാധാരണ പോലെ ഷിബുവിന് തോന്നി. ചിലപ്പോൾ രാത്രി ക്ഷീണം കൊണ്ട് തോന്നിയതാവും എന്ന് ഷിബു വിചാരിച്ചു. അങ്ങനെ പറഞ്ഞാലും അവന്റെ മനസ്സിലൊരു ഭയമുണ്ടായിരുന്നു. അങ്ങനെ രാത്രിക്ക് പകരം രാവിലെ വർക്കൗട്ടാക്കി. അങ്ങനെ ഒരു ദിവസം രാത്രിയിൽ ഒരു വിചിത്ര ശബ്ദം വന്നു. ആ ജിം റൂമിൽ നിന്നുമാണ് ശബ്ദം വരുന്നത്. ഷിബു പെട്ടെന്ന് ശബ്ദം കേട്ടുണർന്നു. മുറിയിലാകെ ഇരുട്ടാണ്. ഇരുട്ടൽപ്പം കൂടിയ പോലെ. സാധാരണ നേരിയ പ്രകാശമെങ്കിലും ഉണ്ടാകും. പതിവില്ലാതെ കരണ്ടുമില്ല. വീണ്ടും ശബ്ദം കേൾക്കുന്നു. ആ ശബ്ദം ജിം റൂമിൽ നിന്നുമാണ്. ഷിബു പെട്ടെന്ന് മൊബൈൽ തപ്പിയെടുത്തു. ഫ്ലാഷ് ലൈറ്റ് അടിച്ചു. എന്നിട്ട് ധൈര്യം സംഭരിച്ച് ജിം റൂമിലേക്ക് പോയി. കണ്ണാടിയിലേക്ക് ലൈറ്റ് അടിച്ചു നോക്കിയപ്പോൾ ഷിബുവിനെ കണ്ണാടിയിൽ കാണുന്നില്ല. കണ്ണാടിയാകെ ശൂന്യമായി കാണുന്നു. തന്റെ പ്രതിബിംബം ഷിബുവിന് കണ്ണാടിയിൽ കാണുവാൻ സാധിക്കുന്നില്ല. അവൻ ആ കണ്ണാടി ഇരുണ്ടു മങ്ങിയൊരു ഗുഹ പോലെ തോന്നി. വീണ്ടും ശബ്ദം വരുന്നു. ഷിബു ഭയന്ന് തിരിഞ്ഞു നോക്കി. ഒന്നുമില്ല. തിരിഞ്ഞു വന്ന് വീണ്ടും കണ്ണാടിയുടെ അടുത്തേക്ക് വന്നപ്പോൾ കണ്ണാടിയിൽ തന്റെ പ്രതിബിംബം കാണുന്നു. കണ്ണാടിയിൽ പ്രതിബിംബത്തിന് വലിയൊരു പുഞ്ചിരി. പക്ഷെ അത് ഷിബുവിന്റെ മുഖമല്ല. ഓൺ സ്പോട്ടിൽ ഷിബു ഇറങ്ങി പുറത്തേക്ക് ഓടി. ഓടി കവലയിലെത്തി. അങ്ങനെ അവിടെ ഒരു ലോഡ്ജിൽ മുറിയെടുത്ത് അന്ന് അവിടെ നേരം വെളുപ്പിച്ചു. ഷിബു കുറെ കൂട്ടുകാരെ വിളിച്ചു പറഞ്ഞു, വീട്ടുകാരെ വിളിച്ചു പറഞ്ഞു, പലരെയും വിളിച്ചു പറഞ്ഞു. പലരും അവനെ പുച്ഛിച്ച് കളിയാക്കി. അങ്ങനെ ഒരു പരിചയക്കാരനോട് കാര്യം പറഞ്ഞപ്പോൾ അയാൾ ഒരു മാന്ത്രികന്റെ നമ്പർ ഷിബുവിന് നൽകി. അങ്ങനെ ഷിബു മാന്ത്രികനായ രാമനാഥൻ തിരുമേനിയെയും കൂട്ടി വീട്ടിലേക്ക് പോയി. അദ്ദേഹം കണ്ണാടി നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇതൊരു സാധാരണ കണ്ണാടിയല്ല. ഇതാണ് നിഴൽ കണ്ണാടി. പ്രതിഫലനത്തെ മോഷ്ടിക്കാൻ ശ്രമിക്കുന്ന ഒരു പഴയ ശാപത്തിന്റെ ഭാഗമാണിത്. ഷിബുവിന്റെ മനസ്സിൽ ഭയം പടർന്നു. ഷിബു ആകെ പേടിച്ചു. ഷിബു ചോദിച്ചു, എന്നാൽ എന്താണ് ഇതിന്റെ ലക്ഷ്യം? രാമനാഥൻ തിരുമേനി പറഞ്ഞു, നിന്റെ പ്രതിബിംബം നിന്റെയല്ലാതാവുന്നത് ശ്രദ്ധിച്ചോ? അതൊരു ദിവസം പൂർണ്ണമായും നിന്നെ പകരം വെക്കും. നീ പ്രതിബിംബത്തിനകത്ത് കുടുങ്ങിപ്പോകും. ലോകം കാണുന്നത് നിന്റെ വേറൊരു പതിപ്പായിരിക്കും. അത് കേട്ടതോടുകൂടി ഷിബുവിന്റെ ശരീരത്തിൽ ആകെ ഒരു തണുപ്പ് ഓടിക്കൂടി.
രാമനാഥൻ തിരുമേനി തുടർന്നു. ഇത് അവസാനിപ്പിക്കുവാൻ ഒരേയൊരു മാർഗമേ ഉള്ളൂ. ശാപം നിറഞ്ഞ് കണ്ണാടി തകർക്കണം. പക്ഷേ നിന്നെ ശല്യം ചെയ്ത പ്രതിബിംബം അതിനനുവദിക്കില്ല. നമുക്ക് ശ്രമിക്കാം. ഇതിനുവേണ്ടി കുറച്ച് ഒരുക്കങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഞാൻ അതെല്ലാം ചെയ്ത് നാളെ കാലത്ത് വരാം എന്നും പറഞ്ഞ് രാമനാഥൻ നമ്പൂതിരി അവിടെ നിന്നും ഇറങ്ങി. കാരണം ഇത് പെട്ടെന്ന് ചെയ്യാവുന്നൊരു കാര്യമായിരുന്നില്ല. അപ്പോഴേക്കും സമയം സന്ധ്യയായിരുന്നു. ഷിബു കടയിൽ പോയി വലിയ ഒരു ചുറ്റിക വാങ്ങി. അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചു. അല്ലെങ്കിലും അനുഭവം വരുമ്പോൾ മാത്രമാണല്ലോ എല്ലാവരും ഈശ്വരഭക്തരാവുന്നത്. ഷിബു ചുറ്റിയെടുത്ത് ജിം റൂമിലേക്ക് പോയി കണ്ണാടിക്ക് മുന്നിൽ ചെന്നു നിന്നു. എനിക്ക് നിന്നെ തകർക്കണം, നീ യഥാർത്ഥമല്ല, ഷിബു അലറിക്കൊണ്ട് പറഞ്ഞു. പ്രതിബിംബത്തിന്റെ മുഖം ക്രമേണ മാറി. കണ്ണുകൾ കറുപ്പായി. ഷിബു കണ്ണാടിയിൽ കാണുന്ന പ്രതിബിംബത്തിന്റെ മുഖത്ത് ഒരു ചിരി പടർന്നു. ഷിബുവിന്റെ ശരീരമാകെ തണുത്തു വിറച്ചു. ഷിബു ധൈര്യം സംഭരിച്ചു ചോദിച്ചു, നീ ആരാ? പ്രതിബിംബം ശബ്ദമില്ലാതെ അതിന്റെ അധരം ചലിപ്പിച്ചു. ഷിബു ഭയന്ന് കണ്ണാടി തകർക്കാൻ ചുറ്റിക ഉയർത്തി. ആ സമയത്ത് പെട്ടെന്ന് കണ്ണാടിയുടെ ഉള്ളിൽ നിന്ന് നിഴൽ കൂടി വന്ന് ഒരു കൈ പുറത്തു വന്നു. ആ കൈ ഷിബുവിന്റെ കൈമുട്ട് പിടിച്ചു വെച്ചു. അദ്ദേഹം നിലവിളിച്ചു. മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് ഷിബു ആ ചുറ്റിക കൊണ്ട് ആഞ്ഞടിച്ചു. കണ്ണാടി പൊട്ടിത്തെറിച്ചു. നിഴലുകളെല്ലാം പോയി. ഷിബു നിലത്തു വീണു. ഷിബുവിനാകെ ശ്വാസം മുട്ടുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസം രാമനാഥൻ തിരുമേനി ഷിബുവിന്റെ വീട്ടിലേക്ക് വന്നപ്പോൾ എന്താണെന്ന് വെച്ചാൽ കണ്ണാടിക്ക് കീഴെ ഷിബു കിടന്നുറങ്ങുന്നു. കണ്ണാടിയാണെങ്കിൽ പൊട്ടിയിട്ടുമില്ല. അദ്ദേഹം ഷിബുവിനെ എഴുന്നേൽപ്പിച്ചു. ഷിബുവിന്റെ പെരുമാറ്റത്തിൽ എന്തോ വ്യത്യാസം തോന്നി. ഷിബുവിന്റെ ദൃഷ്ടിയാകെ മാറിയിരിക്കുന്നു. സ്വരം മങ്ങിയിരിക്കുന്നു. പെട്ടെന്നവൻ പന്തിയല്ലാത്ത രീതിയിൽ ചിരിച്ചു. നീ ഓക്കെ ആണോ? രാമനാഥൻ തിരുമേനി ചോദിച്ചു. ഷിബു പറഞ്ഞു, അതെ. ഷിബു എണീറ്റ് നടന്നു. നടക്കുമ്പോൾ ഷിബുവിന്റെ നിഴൽ കുറച്ച് വൈകിയാണ് നീങ്ങുന്നത്. രാമനാഥൻ തിരുമേനി വിറച്ചു തണുത്തു. കാരണം അദ്ദേഹത്തിന് മനസ്സിലായി, ഷിബുവിന്റെ ശരീരത്തിലേക്ക് ആ കണ്ണാടിയിലെ ശാപം പടർന്നിരിക്കുന്നു. ഇനി പ്രതിക്രിയകൾ കൊണ്ടൊന്നും കാര്യമില്ല. അദ്ദേഹത്തിന് ഒരു സ്റ്റെപ്പ് പോലും അനങ്ങുവാൻ സാധിക്കുന്നില്ല. പെട്ടെന്നാണ് ഷിബു എന്നുള്ളൊരു വിളി പുറത്തുനിന്ന് കേൾക്കുന്നത്. പെട്ടെന്ന് ഒരു യുവാവ് അവിടേക്ക് വന്നു. ഷിബുവിന്റെ കൂട്ടുകാരനായ അനൂപായിരുന്നു അത്. അനൂപിനെ കണ്ടപ്പോൾ ഷിബു ഒന്ന് അന്താളിച്ചു. ഷിബു പറഞ്ഞു, ആരാ? അപ്പോൾ അനൂപ് ചോദിച്ചു, എന്റെ കൂട്ടുകാരൻ ഷിബു എവിടെ? അപ്പോൾ ഷിബുവിന്റെ ശരീരത്തിൽ നിൽക്കുന്ന പ്രതിബിംബത്തിലെ ബാധ ഒന്ന് പകച്ചു. ഉടനെ അനൂപ് ചിരിക്കുവാൻ തുടങ്ങി. പെട്ടെന്ന് റൂമിലിരിക്കുന്ന ബാധയുടെ ഉറവിടമായ കണ്ണാടി കത്തുവാൻ തുടങ്ങി. പെട്ടെന്നതൊരു കറുത്ത നിഴൽ പോലെ ചിന്നിച്ചിതറുകയും ആരവത്തോടെ ഭസ്മമാവുകയും ചെയ്തു. ഷിബുവിന് സ്വബോധം തിരിച്ചു കിട്ടി. കണ്ണാടിയാണെങ്കിൽ ഭസ്മമായി മാറുകയും ചെയ്തു. അനൂപ് വിളിച്ചു, ഷിബു എളിയ, പെണ്ണ് കിട്ടാത്തോണ്ട് നീ ഇപ്പൊ ബാധകളെ വളയ്ക്കാൻ നോക്കാണോ? ഷിബു ചിരിച്ചു. ഇതെല്ലാം കണ്ട രാമനാഥൻ തിരുമേനി അന്താളിച്ചു. രാമനാഥൻ തിരുമേനി അനൂപിനെ അടിമുടി നോക്കി. ഒരു ഇരുമ്പ് വള കയ്യിൽ ധരിച്ചിരിക്കുന്നു. കഴുത്തിൽ സുദർശന ചക്രം ലോക്കറ്റായി ഇട്ടിരിക്കുന്നൊരു മാല. ഇരുനിറത്തിൽ 6 അടി ഉയരത്തിലൊരു യുവാവ്. രാമനാഥൻ തിരുമേനി ചോദിച്ചു, അങ്ങ് ഷിബുവിന്റെ കൂട്ടുകാരനാണോ? അനൂപ് പറഞ്ഞു, അതെ. രാമനാഥൻ തിരുമേനി തുടർന്നു, അങ്ങയെ കണ്ടിട്ട് ഭഗവാൻ വിഷ്ണുവിന്റെ ഉപാസകനായിട്ടാണല്ലോ തോന്നുന്നത്. നാമും ശ്രീ വിഷ്ണുവിന്റെ ഉപാസകൻ തന്നെയാണ്. എന്നാലും ഇത്രയേറെ മന്ത്രശക്തി എങ്ങനെയാണ് നേടിയത്? അനൂപ് ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് ചോദിച്ചു, നാം വിഷ്ണു ഉപാസകനാണെന്ന് എങ്ങനെ മനസ്സിലായി? രാമനാഥൻ തിരുമേനി പറഞ്ഞു, അല്ല, കഴുത്തിൽ ശ്രീചക്രം ധരിച്ചിരിക്കുന്നു. അനൂപ് ചിരിച്ചു. തിരുമേനി, എന്റെ അമ്മയ്ക്ക് വിഷ്ണു ഭഗവാനെയാണ് ഏറ്റവും ഇഷ്ടം. ഇതെന്റെ അമ്മ നൽകിയതാണ്. രാമനാഥൻ തിരുമേനി ചോദിച്ചു, അല്ല, അപ്പോ അങ്ങ് ആരെയാണ് ഉപാസിക്കുന്നത്? അപ്പോൾ അനൂപ് പുഞ്ചിരിയോടെ പറഞ്ഞു, ഒരിക്കൽ വിഷ്ണുവേഷം ധരിച്ച ശിവസുതനെയാണ് ഞാൻ ഉപാസിക്കുന്നത്. ഈ കണ്ടതെല്ലാം അദ്ദേഹത്തിന്റെ മായ മാത്രം. എനിക്ക് അദ്ദേഹം ജ്യേഷ്ഠ സഹോദരനെ പോലെയാണ്. രാമനാഥൻ തിരുമേനി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, വിഷ്ണുമായ സഹോദരനാണല്ലേ നീ?